ഓക്കെ, തെർമോഡൈനാമിക്സ് ഞാൻ ഇന്നലെ ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇന്നലെ വരാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു 2 minutes ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറക്റ്റ് കോൺസെപ്റ്റിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് തെർമോഡൈനാമിക്സ് എന്ന വേർഡിന്റെ മീനിങ്. തെർമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? തെർമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീറ്റ് എന്നാണ് അർത്ഥം. ഡൈനാമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷൻ, പവർ അല്ലെങ്കിൽ മൂവ്മെന്റ് എന്നൊക്കെ പറയാം. അപ്പൊ ഇവിടെ തെർമോഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ഹീറ്റിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ ഹീറ്റിന്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹീറ്റ് എനർജി ട്രാൻസ്ഫറിനെ കുറിച്ചുള്ള ഒരു സ്റ്റഡിയാണ് എന്ത് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ തെർമോഡൈനാമിക്സിനകത്ത് ബേസിക്കലി രണ്ട് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ഉണ്ട്. ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ച് ഫസ്റ്റ് കോൺസെപ്റ്റ് ആണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച്. സെക്കൻഡ് കോൺസെപ്റ്റ് ആണ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്. എന്തൊക്കെയാണ് തെർമോഡൈനാമിക്സ് രണ്ട് അപ്രോച്ചസ്? എന്തൊക്കെയാണ് എല്ലാവരും ഒന്ന് പറഞ്ഞ്. there are two approaches in thermodynamics. First one is microscopic approach and the second one is മാക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ചിനകത്ത് എന്താണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിക് അപ്രോച്ചിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ് കൺസിഡർ ചെയ്യുന്നത്? ബിഹേവിയർ ഓഫ് മൈക്രോസ്കോപ്പിനകത്ത് എന്താ കൺസിഡർ? ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. ഓരോ മോളിക്യൂൾസ് എന്ത് ചെയ്യുന്നു, അത് എങ്ങനെ മൂവ് ചെയ്യുന്നു, അതിന്റെ മൂവ്മെന്റ് എത്രയാണ്, അതിന്റെ വെലോസിറ്റി എത്രയാണ്, അതിന്റെ മൊമെന്റം എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഓരോന്നും നമ്മൾ പഠിക്കും. എന്നിട്ട് അതിന്റെ അങ്ങനെ പഠിക്കുന്ന രീതിയാണ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മൈക്രോസ്കോപ്പിക് അപ്രോച്ച് യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക്സിന്റെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. എന്താണ് പറഞ്ഞത്? അപ്പൊ ഈ മൈക്രോസ്കോപ്പിക് അപ്രോച്ച് യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക്സിന്റെ ബ്രാഞ്ചിനെ പറയുന്ന പേരാണ് എന്താണ്? സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ നോർമലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക് അത് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാക്രോസ്കോപ്പിക് അപ്രോച്ച് ആണ്. മാക്രോസ്കോപ്പിക് അപ്രോച്ചിനകത്ത് എന്നാ വരുന്നത്? എന്താണ് അതിനകത്ത് എന്ത് വരുന്നത്? നമ്മള് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിന്റെ ബിഹേവിയർ കൺസിഡർ ചെയ്യുന്നില്ല. വി ആർ നോട്ട് കൺസിഡറിങ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസ്. പിന്നെ എന്താണ്? അതിന്റെ നെറ്റ് എഫക്റ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. എന്താണ്? നോട്ട് കൺസിഡറിങ് ദ ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾ. പിന്നെന്താ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്? നെറ്റ് എഫക്റ്റ് ആണ്. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു കണ്ടെയ്നറിനകത്ത് കുറെ ഗ്യാസ് നിറച്ച് വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഈ ഗ്യാസ് മോളിക്യൂൾസിന് എന്ത് കാണും? ഗ്യാസ് മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് എക്സേർട്ട് ചെയ്യും? ഫോഴ്സ് എക്സേർട്ട് ചെയ്തില്ലേ, അല്ലെ? അപ്പൊ ആ ഫോഴ്സിന്റെ എഫക്റ്റ് കൊണ്ട് നെറ്റ് ആയിട്ട് ഈ ഒരു കണ്ടെയ്നറിനകത്ത് പ്രഷർ കാണിക്കുന്നത് നമ്മളൊരു പ്രഷർ ഗേജ് വെച്ച് കഴിഞ്ഞാൽ 2 bar പ്രഷർ എന്ന് കാണിക്കത്തില്ലേ, അല്ലെ? ആണോ? 2 bar പ്രഷർ എന്ന് കാണിക്കത്തില്ലേ? അപ്പൊ ഈ പ്രഷർ എന്ന് പറയുന്ന ഫാക്ടർ ഒരു മൈക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആണോ ഒരു മാക്രോസ്കോപ്പിക് പ്രോപ്പർട്ടി ആണോ? കാരണം ആ ഒരു കണ്ടെയ്നറിനകത്ത് വെച്ചിരിക്കുന്ന മൊത്തം ഗ്യാസിന്റെ ഫുൾ പ്രഷർ ആണ് ആ 2 bar എന്ന് പറയുന്നത്. ആ ഓരോ മോളിക്യൂൾസ് അതിനകത്ത് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നതേ ഇല്ല. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയാണ് രണ്ട് അപ്രോച്ച് വരുന്നത്. ഓക്കെ, ഇത്രയും രണ്ട് കാര്യങ്ങളാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ ഇത് ക്ലിയർ ആയല്ലോ?
ഇത് ക്ലിയർ ആയിട്ടോ? ഈ രണ്ട് കാര്യങ്ങൾ ഇപ്പൊ തെർമോഡൈനാമിക്സ് എന്താണ്, തെർമോഡൈനാമിക്സ് രണ്ട് അപ്രോച്ചസ് ഉണ്ട്, മൈക്രോസ്കോപ്പിക് അപ്രോച്ച്, മാക്രോസ്കോപ്പിക് അപ്രോച്ച്. മൈക്രോസ്കോപ്പിക് അപ്രോച്ച് യൂസ് ചെയ്യുന്ന തെർമോഡൈനാമിക്സ് ബ്രാഞ്ച് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്. മാക്രോസ്കോപ്പിക് അപ്രോച്ചിനകത്ത് എന്താണ് ചെയ്യുന്നത്, അതിനകത്ത് നമ്മൾ നോട്ട് കൺസിഡറിംഗ് ബിഹേവിയർ ഓഫ് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ്, നമ്മൾ നെറ്റ് എഫക്റ്റ് ആണ് എടുക്കുന്നത്. എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ ഒരു വെസലിനകത്ത് നമ്മൾ ഒരു ഗ്യാസ് വെക്കുന്നു, ഗ്യാസിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു മോളിക്യൂൾസിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ നോക്കുന്നില്ല, പക്ഷെ നെറ്റ് പ്രഷർ ആണ് അവിടെ നമ്മൾ നോക്കുന്നത്. ഇത് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇത് നിങ്ങളുടെ യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് മൈക്രോസ്കോപ്പിക് ആൻഡ് മാക്രോസ്കോപ്പിക് അപ്രോച്ച്, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് അപ്രോച്ച് നിങ്ങളെ എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത നമ്മൾ ടോപ്പിക്കിലോട്ട് പോകുന്നത് സിസ്റ്റം. എന്താണ് സിസ്റ്റം എന്നാണ് നമ്മൾ അടുത്ത് പോകാൻ പോകുന്നത്. എന്താണ് സിസ്റ്റം? സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും, ഫസ്റ്റ് ഇയറിനകത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കും സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, ബൗണ്ടറി എന്താണ് എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് സിസ്റ്റം? വാട്ട് ഇസ് എ സിസ്റ്റം? നിങ്ങൾ പറയത്തില്ലേ എ സിസ്റ്റം ഹാവിങ് ദ പ്രഷർ ഓഫ് 5 bar എന്നൊക്കെ പറയത്തില്ലേ? അല്ലെങ്കിൽ സിസ്റ്റം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താ തോന്നുന്നത്, മനസ്സിൽ തോന്നുന്നു പറഞ്ഞു, നിങ്ങളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്ത് പോലത്തെ. വാട്ട് ഇസ് എ സിസ്റ്റം? പറഞ്ഞോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ എന്താ? ക്ലോസ്ഡ് എൻവയോൺമെന്റ് എന്ന് പറയാൻ പറ്റത്തില്ല, അതൊക്കെ സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ ആണ്. ക്ലോസ്ഡ് ആവാം, ഓപ്പൺ ആവാം, ഐസൊലേറ്റഡ് ആവാം, അതൊക്കെ ഡിഫറെന്റ് രീതിയിൽ വരാം. ഒരു സിസ്റ്റം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റഡി ചെയ്യാൻ നമ്മൾ എടുക്കുന്ന റീജിയനെ പറയുന്ന പേരാണ് സിസ്റ്റം. മനസ്സിലായില്ലേ? ഇപ്പൊ ഇത്രയും സ്പേസ് ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു സ്ഥലമാണ് ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സ്പേസ് ആണ് ഞാൻ സ്റ്റഡി ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ഇപ്പൊ ഈ ഒരു നമ്മുടെ ഏരിയ സ്റ്റഡി കോൺസെൻട്രേഷൻ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഏരിയനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു വോളിയത്തിനെ പറയുന്ന പേരാണ്, അല്ലെങ്കിൽ ആ ഒരു സ്പേസിനെ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഫോക്കസ് ഓഫ് സ്റ്റഡി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സ്പേസിനെ പറയുന്ന പേരാണ് എന്ത്? സിസ്റ്റം എന്ന്. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്ന ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? സിസ്റ്റം എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ ഓർ എ ഗിവൺ റീജിയൻ in a space chosen for study. നമ്മൾ ഒരു കാര്യത്തിന്റെ പ്രോപ്പർട്ടി നമുക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ നമ്മൾ പഠിക്കണം. അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഏരിയ മാത്രം കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയ സ്പേസ് മാത്രം കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ചെറിയൊരു റീജിയൻ മാത്രം കൺസിഡർ ചെയ്യുന്നത്. നമ്മൾ കൺസിഡർ ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ സ്പേസ് അല്ലെങ്കിൽ ആ ഏരിയനെ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബുക്കിനെ കൺസിഡർ ചെയ്യുന്നു, ബുക്കിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കാൻ പോകുന്നു. അപ്പൊ ബുക്കാണ് നമ്മുടെ സിസ്റ്റം. ബുക്കിന്റെ ചുറ്റുമുള്ളത്, ബുക്ക് ഒഴിച്ചിട്ട് ബുക്കിന്റെ ചുറ്റുപാടുള്ളതല്ല എന്താണ്? ബുക്ക് ഒഴിച്ചിട്ട് ബുക്കിന്റെ ചുറ്റുപാടുള്ളതല്ല എന്താണ്? സറൗണ്ടിങ്സ്. മനസ്സിലായില്ലേ? അപ്പൊ സിസ്റ്റത്തിന്റെ ചുറ്റുപാടുള്ളതല്ല എന്താണ്? സറൗണ്ടിങ്. അപ്പൊ സറൗണ്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? മാസ് ഓർ റീജിയൻ ഔട്ട്സൈഡ് ദ സിസ്റ്റം. സിസ്റ്റത്തിന് ചുറ്റുപാടും ഉള്ളതെല്ലാം എന്താണ്? സറൗണ്ടിങ് എന്ന് പറയുന്നു. അപ്പം സിസ്റ്റം പഠിച്ചു. സിസ്റ്റം നമ്മളെ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്ന റീജിയൻ അല്ലെങ്കിൽ സ്പേസിനെ പറയുന്ന പേരാണ് സിസ്റ്റം, അല്ലേ? ഈ സ്റ്റഡി ഫോക്കസ് ചെയ്യാത്ത, അതായത് സിസ്റ്റത്തിന് പുറത്തുള്ള റീജിയൻ അല്ലെങ്കിൽ മാസിനെ പറയുന്ന പേരാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പൊ സിസ്റ്റവും ബൗണ്ടറിയും സറൗണ്ടിങ്ങിനെ തമ്മിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടല്ലോ, അതിനെ പറയുന്ന പേരാണ് എന്ത്? ഉണ്ടോ? ഇപ്പൊ ഇതാണ് എനിക്ക് സ്റ്റഡി ചെയ്യേണ്ട റീജിയൻ, അപ്പൊ ഇതാണ് എന്റെ സിസ്റ്റം, അല്ലെ? അപ്പൊ ഇതിന് ചുറ്റുമുള്ളതാണ് എന്ത്?
സറൗണ്ടിങ് അല്ലെ? ഈ സിസ്റ്റത്തെ സറൗണ്ടിങ് തന്നെ സെപ്പറേറ്റ് ചെയ്യുന്ന ഈ ഒരു സെപ്പറേറ്റ് ചെയ്യുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ബൗണ്ടറി. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? സിസ്റ്റം എന്താണ്, സറൗണ്ടിങ് എന്താണ്, ബൗണ്ടറി എന്താണ്? സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു റീജിയൻ, ഒരു മാസ് അല്ലെങ്കിൽ ഒരു റീജിയൻ ഓഫ് സ്പേസ്, അവിടെ നമ്മുടെ സ്റ്റഡി ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ മാസിനെയോ അല്ലെങ്കിൽ സ്പേസിലുള്ള റീജിയനെ പറയുന്ന പേരാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റത്തിന് ചുറ്റുമുള്ളതിനെ പറയുന്ന പേരാണ് സറൗണ്ടിങ് എന്ന് പറയുന്നത്. സിസ്റ്റവും സറൗണ്ടിങ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് ബൗണ്ടറി എന്ന് പറയുന്നത്. ക്ലിയർ ആകുമോ? സിമ്പിൾ ആയിട്ട് തോന്നും, പക്ഷെ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സാധനമാണ് കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നും, അയ്യേ ഇതൊക്കെ ഇതാണോ തെർമോഡൈനാമിക്സിനകത്ത് പഠിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നും, പക്ഷെ ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അതുകൊണ്ട് അത് വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷനിലോട്ട് പോവാം. ഓക്കെ, സിസ്റ്റത്തിന്റെ ക്ലാസിഫിക്കേഷൻ. സിസ്റ്റം എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം? സിസ്റ്റം ജനറലി മൂന്നായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഒന്നെന്ന് പറയുമ്പോഴത്തേന് ക്ലോസ്ഡ് സിസ്റ്റം, രണ്ടെന്ന് പറയുമ്പോഴത്തേന് ഓപ്പൺ സിസ്റ്റം, മൂന്നെന്ന് പറയുമ്പോഴത്തേന് ഐസൊലേറ്റഡ് സിസ്റ്റം. കേട്ടിട്ടുണ്ടോ ഈ മൂന്നെണ്ണം എവിടെങ്കിലും? ഈ മൂന്നെണ്ണം എവിടെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്ലോസ്ഡ് സിസ്റ്റം, ഓപ്പൺ സിസ്റ്റം, ഐസൊലേറ്റഡ് സിസ്റ്റം. സിസ്റ്റത്തിനെ കുറിച്ചിട്ട് ഇതിന്റെ ക്ലാസിഫിക്കേഷനുകൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറഞ്ഞാൽ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയാം. എവിടെ? ഫസ്റ്റ് ഇയർ BME അതല്ലേ? ഓക്കെ, അപ്പൊ ക്ലോസ്ഡ് സിസ്റ്റം. അപ്പൊ നിങ്ങൾ പറ, ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോ തന്നെ എന്താണ് ക്ലോസ്ഡ് സിസ്റ്റത്തിനകത്ത് വരുന്നത്? ക്ലോസ്ഡ് സിസ്റ്റം എന്താണ് എന്ത് നടക്കത്തില്ല? അങ്ങനെയാണോ? ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ എനർജി ട്രാൻസ്ഫർ നടക്കത്തില്ല എന്നല്ല മാസ്റ്റർ. ഞാൻ അതിനു മുന്നേ നമുക്ക് ആദ്യം ഒരു സിസ്റ്റം എടുക്കുന്നു. ഓക്കെ, സിസ്റ്റം എടുക്കുന്നു, ഇവിടെ സറൗണ്ടിങ് എടുക്കുന്നു. ഈ സിസ്റ്റവും സറൗണ്ടിങ് തമ്മിൽ രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് നടക്കുന്നത്. ഒന്നെന്താണ്? മാസ് ട്രാൻസ്ഫർ. എന്താണ്? അകത്തോട്ടോ പുറത്തോട്ടോ എന്ത് നടക്കാം? മാസ് ട്രാൻസ്ഫർ നടക്കാം. എന്താ നടക്കുന്നത്? മാസ് ട്രാൻസ്ഫർ നടക്കാം. അല്ലെങ്കിൽ അകത്തോട്ടോ പുറത്തോട്ടോ നമുക്ക് എന്ത് നടക്കാം? എനർജി ട്രാൻസ്ഫർ നടക്കാം. എന്താ നടക്കുന്നത്? എനർജി ട്രാൻസ്ഫർ. കണ്ടോ? അപ്പൊ ഒരു സിസ്റ്റം എടുത്തു കഴിഞ്ഞാൽ സിസ്റ്റം അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, the ways the system interact with the surrounding. എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യാം? ഇന്ററാക്ട് ചെയ്യുന്നത് എങ്ങനെയാ? സിസ്റ്റം അതിന്റെ സറൗണ്ടിങ് ആയിട്ട് ഇന്ററാക്ട് ചെയ്ത രണ്ട് രീതിയുണ്ട്. എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്? പറഞ്ഞേ, എങ്ങനെയൊക്കെ ഇന്ററാക്ട് ചെയ്യുന്നത്? സിസ്റ്റം അതിന്റെ സറൗണ്ടിങ്ങുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് എന്തൊക്കെയാണ്? ഹൗ ദ സിസ്റ്റം ഇന്ററാക്ട് വിത്ത് സറൗണ്ടിങ് എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ എന്തുവാ? മാസ് ട്രാൻസ്ഫർ. സെക്കൻഡ് വൺ എന്തുവാ? എനർജി. മാസ് ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ ഒരു മാസ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്, ഞാൻ സിമ്പിൾ ആയിട്ട് പറയുന്നത്, നമ്മളൊരു കംപ്രസർ എടുക്കുവാന്നിരിക്കട്ടെ. കംപ്രസർ എടുക്കുവാന്നിരിക്കട്ടെ. കംപ്രസർ എന്ന് വെച്ചാൽ എന്തുവാണ് കംപ്രസർ? വാട്ട് ഈസ് എ കംപ്രസർ? വാട്ട് ഈസ് എ കംപ്രസർ? വാട്ട് ഈസ് എ കംപ്രസർ? കംപ്രസറിനകത്ത് എന്ത് സംഭവിക്കുന്നത്? കംപ്രസർ എയറിനെ പ്രഷറൈസ് ചെയ്യുന്നു. എയറിനെ പ്രഷറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കണം? ഇങ്ങോട്ട് മാസ് കൊടുക്കണ്ടേ? എയർ കൊടുക്കണ്ടേ? എന്നിട്ട് പിന്നെ എയർ പുറത്തോട്ട് പോകണ്ടേ? അപ്പൊ ഇവിടെ എന്ത് ട്രാൻസ്ഫർ ഉണ്ട് സത്യത്തിലാ? മാസ് ട്രാൻസ്ഫർ ഇല്ലേ? ഉണ്ട്. അതുപോലെ തന്നെ എനർജി ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ എയറിനെ ഇവിടെ വന്നിട്ട് എന്തോ ചെയ്യുന്നത്? ഇതിനെ കംപ്രസ് ചെയ്യുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ട്? എനർജി ട്രാൻസ്ഫർ ഉണ്ട്, മാസ് ട്രാൻസ്ഫർ ഉണ്ട്. മനസ്സിലായില്ലേ? ഏതാ?
ഏതാ പറഞ്ഞോ, എന്ത് പറഞ്ഞിട്ടോ? പ്രഷർ കൂടുന്ന വെച്ചാൽ എന്തോ അവിടെ കൊടുക്കുന്നത് എനർജി കൊടുക്കുമല്ലേ, ഹൈ പ്രഷറൈസ് ചെയ്യുന്ന വെച്ചാൽ എന്താ, എനർജി ട്രാൻസ്ഫർ അല്ലേ അവിടെ നടക്കുന്നത്. അപ്പം എന്താണ് രണ്ട് രണ്ട് ടൈപ്പ് ഓഫ് ഇന്ററാക്ഷൻ ആണ് സിസ്റ്റം സറൗണ്ടിങ്ങുമായിട്ട്. എന്തൊക്കെ ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് ഉണ്ടാവുന്നത്? ജെഫി നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ഓക്കെ, മാസ് ട്രാൻസ്ഫർ. അപ്പൊ നിങ്ങള് നമ്മൾ ആദ്യം പഠിക്കുന്നത് ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഓക്കെ, ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോസ്ഡ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ല. മാസ് ട്രാൻസ്ഫർ ഇല്ല. പിന്നെ എന്ത് മാത്രമേ ഉള്ളൂ? എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? ക്ലോസ് സിസ്റ്റത്തിന്റെ പ്രത്യേകത മാസ് ട്രാൻസ്ഫർ ഇല്ല, എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. ഇവിടെ മാസ് എം ഇസിക്കൽ ടു എന്തുമായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. എം ഇസിക്കൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ മാസ് ട്രാൻസ്ഫർ എന്തുവാ? നോ മാസ് ട്രാൻസ്ഫർ എന്ന് എഴുതാം. ഉണ്ടോ? നോ മാസ് ട്രാൻസ്ഫർ എന്ന് ഇവിടെ എഴുതാം. പിന്നെ ഇവിടെ എന്തോ എഴുതാം? യെസ്, എനർജി ട്രാൻസ്ഫർ എന്ന് എഴുതാം. ആണോ? ക്ലോസ് സിസ്റ്റം ഞാൻ വരച്ചേക്കുന്നത് കണ്ടോ? ക്ലോസ് സിസ്റ്റം എന്ന് വരച്ചു, മാസ് ട്രാൻസ്ഫർ ഇല്ല, നോ മാസ് ട്രാൻസ്ഫർ. ദെൻ യെസ്, എനർജി ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? മനസ്സിലായോ? അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ നമുക്ക് ക്ലോസ്ഡ് സിസ്റ്റത്തിന് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാനൊരു ഒരു വെസൽ എടുക്കുന്ന, ഓക്കെ, ഈ വെസലിനകത്ത് ഗ്യാസ് വെക്കുന്നു. ഓക്കെ, ഗ്യാസ് ഇവിടെ ഞാനാണെങ്കിൽ ഒരു ലിഡ് ഉണ്ട്, പക്ഷെ ഇത് മൂവബിൾ ആണ് കേട്ടോ. ഇത് മുകളിലോട്ട് മൂവബിൾ ആണ്. ഇത് മൂവിങ് ബൗണ്ടറി ആണ്. എന്താണ്? മൂവിങ് ബൗണ്ടറി ആണ്. മൂവിങ് ബൗണ്ടറി ആണ്. ഇപ്പൊ ഈ ഗ്യാസിനകത്ത് 2 കിലോ ഗ്യാസ് ആണ് എടുത്തത്. ഓക്കെ, 1 മീറ്റർ ക്യൂബ് ആണ് ഗ്യാസ് എന്നിരിക്കട്ടെ. ഇത്ര മനസ്സിലായോ? നമ്മളൊരു ഗ്യാസ് എടുക്കുന്നു, ഗ്യാസ് നമ്മളൊരു ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. ആ ലിഡ് എന്ന് പറയുമ്പോൾ എങ്ങനത്തെ ലിഡാണ്? മൂവിങ് ബൗണ്ടറിയാ. അത് മുകളിലോട്ട് താഴോട്ട് എന്ത് ചെയ്യാൻ പറ്റും? മുകളിലോട്ട് താഴോട്ട് എന്ത് ചെയ്യാൻ പറ്റും? മൂവ് ചെയ്യാൻ പറ്റും. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഹീറ്റ് കൊടുക്കാൻ പോവാ. ഹീറ്റ് കൊടുക്കുമ്പോ എന്ത് സംഭവിക്കണം? ഹീറ്റ് കൊടുക്കുമ്പോ എന്ത് സംഭവിക്കും? പ്രഷർ കൂടും. പ്രഷർ കൂടും എന്ന് പറയുമ്പോ അവിടെ എന്തോ സംഭവിച്ചേ? എന്ത് സംഭവിച്ചേ? എനർജി ട്രാൻസ്ഫർ അല്ലേ? ഈ ഹീറ്റ് എങ്ങോട്ട് കൊടുത്തു? ഗ്യാസിലോട്ട് കൊടുത്തു അല്ലെ? എനർജി ട്രാൻസ്ഫർ അല്ലേ? അപ്പൊ ഇത് എങ്ങനെ മാറും? ഈ ലിഡ് എങ്ങോട്ട് മൂവ് ചെയ്യും? മേലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഗ്യാസ് അതിനകത്ത് തന്നെ. അപ്പൊ ഗ്യാസിന്റെ മുകളിലോട്ട് മൂവ് ചെയ്യും. അപ്പൊ ഗ്യാസിന്റെ വോളിയത്തിന് മാറ്റം വരുമായിരിക്കും അല്ലെ? ഗ്യാസിന്റെ വോളിയം ചിലപ്പം 1 മീറ്റർ ക്യൂബ് 3 മീറ്റർ ക്യൂബ് ആയിട്ട് മാറും. പക്ഷെ മാസിന് മാറ്റം വരുമോ? മാസ് എത്ര തന്നെ ആയിരിക്കും? 2 kg തന്നെ ആയിരിക്കും. അപ്പൊ ഇതെന്താണ് ഇവിടെ? ഇതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആണ്. അപ്പൊ വാട്ട് ഈസ് എ ക്ലോസ് സിസ്റ്റം ചോദിക്കുകയാണ്, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ എഴുതണം. ക്ലോസ് സിസ്റ്റത്തിനകത്ത് മാസ് ട്രാൻസ്ഫർ ഉണ്ടാവത്തില്ല, എനർജി ട്രാൻസ്ഫർ ഉണ്ട്. അടുത്തൊരു സിമ്പിൾ ഒരു ഫിഗർ വരയ്ക്കുന്നു, അതിനകത്ത് ക്ലോസ് സിസ്റ്റം വരയ്ക്കുന്നു, അതിനകത്ത് മാസ് ട്രാൻസ്ഫർ എം ഇസിക്കൽ ടു കോൺസ്റ്റന്റ്. അതായത് ഏത് സ്റ്റേറ്റ് എടുത്താലും എമ്മിന്റെ വാല്യൂ കോൺസ്റ്റന്റ്. ഇനിഷ്യലി 1 കിലോഗ്രാം ഉണ്ടെങ്കിലും ഇത് പിന്നെ നോക്കിയാലും 1 കിലോഗ്രാം മാത്രമേ കാണത്തുള്ളൂ. ഒരു എക്സാമ്പിൾ വെച്ച് പറയാന്നുണ്ടെങ്കിൽ, നമ്മളൊരു ക്ലോസ്ഡ് പിസ്റ്റൺ എടുക്കുന്നു, ഒരു മൂവബിൾ ബൗണ്ടറി വെക്കുന്നു, അതിനകത്ത് നമ്മൾ ഒരു 2 കിലോഗ്രാം ഓഫ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നു, 1 മീറ്റർ ക്യൂബ് ആണ്. എന്നിട്ട് നമ്മളത് ഹീറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്. പക്ഷെ ആ ഒരു ബൗണ്ടറി മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ബൗണ്ടറി മൂവ് ചെയ്ത് ആ ഗ്യാസിന് വെളിയിൽ പോകാൻ സമ്മതിക്കത്തില്ല. ആ ഒരു സിസ്റ്റത്തിനകത്ത് തന്നെ നിർത്തുക. അപ്പൊ അവിടെ ആ സിസ്റ്റത്തിന്റെ ബൗണ്ടറിക്ക് വെളിയിലോട്ട് ആര് പോകുന്നില്ല? മാസ് പോകുന്നില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്ത് പറയാം?
ഒരു ക്ലോസ്ഡ് സിസ്റ്റം എന്ന് പറയാം അല്ലെ. അപ്പൊ ഓപ്പൺ സിസ്റ്റം എന്തുവായിരിക്കും? നിങ്ങളൊന്ന് പറയാം, ഓപ്പൺ സിസ്റ്റം എന്തുവാന്ന്? ഓപ്പൺ സിസ്റ്റം എന്തുവായിരിക്കും? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഞാൻ ഇതിങ്ങനെ വരയ്ക്കുക, കണ്ട ഇത് വരയ്ക്കുന്നു, വരയ്ക്കുന്നു. ഇപ്പൊ ഇതിനകത്തൊരു ബൗണ്ടറി വരയ്ക്കുന്നു. അപ്പൊ ഇതിനകത്ത് ഇത് ഓപ്പൺ സിസ്റ്റം ആണ് കൊടുക്കുവാണെങ്കിൽ ഇവിടെ എന്താണ്? മാസ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? മാസ് ട്രാൻസ്ഫർ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, എന്തുണ്ട്? എന്തുണ്ട്? എനർജി ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? എനർജി ട്രാൻസ്ഫറും ഉണ്ട്. അപ്പൊ മാസ് ട്രാൻസ്ഫറും എനർജി ട്രാൻസ്ഫറും ഉള്ള സിസ്റ്റത്തിനെ പറയുന്ന പേരാണ് എന്ത്? ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഓപ്പൺ സിസ്റ്റം ആണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിനകത്ത് ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട് നമ്മുടെ മുന്നില. ഇഷ്ടം പോലെ എക്സാമ്പിൾസ് ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് പറയാൻ പറ്റുമോ? നമ്മൾ ബാത്റൂമിലേക്ക് വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്റർ ഇല്ലേ? വാട്ടർ ഹീറ്റർ ബാത്റൂമിലൊക്കെ വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്റർ, നിങ്ങളുടെ ടോയ്ലറ്റ്, നിങ്ങളുടെ റൂം, ബാത്റൂമിൽ വെച്ചിരിക്കുന്ന വാട്ടർ ഹീറ്ററിനകത്ത് എന്തുവാ സംഭവിക്കുന്നത്? ഒരു ഹീറ്റർ ആണ് അല്ലെ? ഹീറ്ററിനൊരു വാട്ടർ ഇൻലെറ്റ് ഇല്ലേ? പിന്നെ വാട്ടർ ഔട്ട്ലെറ്റ് ഇല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഈ സിസ്റ്റത്തിന്റെ, ഇതാണ് നമ്മുടെ സിസ്റ്റം അല്ലെ? ഈ സിസ്റ്റത്തിന്റെ ബൗണ്ടറിയിലോട്ട് വാട്ടർ കയറുന്നു, പിന്നെന്തുവാ? ഹോട്ട് ആയി കഴിഞ്ഞ ശേഷം വാട്ടർ ഔട്ട് ആയി പോകുന്നു. അപ്പൊ അവിടെ സംഭവം എന്തുവാ? അവിടെ സംഭവം എന്ത് ട്രാൻസ്ഫർ ഉണ്ട്? മാസ് ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മള് ഇതിനകത്ത് നമുക്ക് ഇതെങ്ങനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്? എങ്ങനാ? ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ടല്ലേ ഹീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഹീറ്റിംഗ് കോയിൽ വെച്ചിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ട്രാൻസ്ഫർ ഉണ്ട്? അവിടെ എന്ത് ട്രാൻസ്ഫർ ആണ്? അവിടെ എനർജി ട്രാൻസ്ഫർ ഉണ്ട്. അപ്പൊ ഒരു ഇഷ്ടം പോലെ എക്സാമ്പിൾസ് നമുക്ക് പറയാൻ പറ്റും. ഏത്? ഓപ്പൺ സിസ്റ്റത്തിന്. അതുപോലെ നമുക്ക് കംപ്രസർ. എന്താണ് കംപ്രസർ? കംപ്രസർ എന്ന് വെച്ചാൽ എന്തുവാ? നിങ്ങളല്ലേ കംപ്രസർ കാണിക്കുന്നേ? കംപ്രസർ ഇങ്ങനല്ലേ കാണിക്കുന്നേ? ആണോ? നമ്മള് കംപ്രസറിലൂടെ ഇങ്ങനെയല്ലേ കാണിക്കുന്നേ അല്ലെ? കംപ്രസർ നമ്മൾ എന്ത് ചെയ്യുന്നത്? കംപ്രസറിലോട്ട് നമ്മൾ എയർ കൊടുക്കുന്നു അല്ലെ? എന്നിട്ട് എയർ ഔട്ട്ലെറ്റ് കിട്ടുന്നു. ഇപ്പൊ ലോ പ്രഷർ എയർ കൊടുക്കുന്നു, നമുക്ക് എന്ത് കിട്ടുന്നു? ഹൈ പ്രഷർ എയർ കിട്ടും. അപ്പൊ അവിടെ എന്ത് ട്രാൻസ്ഫർ ഉണ്ട്? മാസ് ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? പിന്നെ എന്തുകൊണ്ട്? ഇതിനെ പ്രഷറൈസ് ചെയ്യത്തില്ലേ? അപ്പൊ അവിടെ എന്തോ കൊടുക്കുന്നത്? എനർജി ഇല്ലേ കൊടുക്കുന്നത്? അപ്പൊ അവിടെ എന്തുണ്ട്? എനർജി ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ ടർബൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ടർബൈന്റെ ഉപയോഗം എന്തുവാ? ടർബൈൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഹൈഡ്രോ ഇലക്ട്രിക് സിസ്റ്റം ഒക്കെ പഠിച്ചിട്ടില്ലേ? ടർബൈൻ എന്തിനാ ഉപയോഗിക്കുന്നത്? മോഷന് നമ്മുടെ എന്തിനാ ടർബൈൻ ഉപയോഗിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടർബൈൻ ഉപയോഗിക്കുന്നത് അല്ലെ? ടർബൈനകത്ത് എന്തും ഉള്ളത്? പല ടൈപ്പ് ഓഫ് ടർബൈൻ ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു വീൽ ടർബൈൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വീല്, അതിൽ ഇങ്ങനെ കുറെ സ്പൂണുകൾ ഘടിപ്പിച്ച് വെച്ചേക്കുക. സ്പൂൺ എന്നല്ല പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. നിങ്ങൾ ഈ സെമ്മിലെ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്ത് പഠിക്കും കേട്ടോ. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വന്നിട്ട് എന്താ പറയുന്നത്, വാട്ടർ ജെറ്റ് വന്ന് ഇടിക്കുന്നു. അപ്പൊ വാട്ടർ ജെറ്റ് വന്ന് ഇടിച്ചിട്ട് അതങ്ങ് തിരിച്ചു പോവാ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്തുണ്ട്? മാസ് ഇൻലെറ്റും ഉണ്ട്, മാസ് ഔട്ട്ലെറ്റും ഉണ്ട് ആണല്ലോ. അപ്പൊ ഇടിക്കുമ്പോഴത്തേന് ഇതിന്റെ പവർ ഇതിന് കൊടുക്കുന്നു. അപ്പൊ ആര് റൊട്ടേറ്റ് ചെയ്യുന്നു? നമ്മുടെ ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നു. അപ്പൊ അവിടെ എന്ത് ട്രാൻസ്ഫർ ഉണ്ട്? എനർജി ട്രാൻസ്ഫർ ഉണ്ട് അല്ലെ? അപ്പൊ ഇതെല്ലാം എന്തിന് എക്സാമ്പിൾസ് ആണ്? ഓപ്പൺ സിസ്റ്റത്തിന് എക്സാമ്പിൾസ്. അപ്പൊ ഞാൻ ജസ്റ്റ്, നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആവശ്യമില്ല. നമുക്ക് വേണ്ടത് ഓപ്പൺ സിസ്റ്റം എന്താണ്? ഓപ്പൺ സിസ്റ്റത്തിനകത്ത് എനർജി ട്രാൻസ്ഫർ ഉണ്ട്, മാസ് ട്രാൻസ്ഫർ ഉണ്ട്. മനസ്സിലായല്ലോ? ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഓപ്പൺ സിസ്റ്റത്തിനകത്ത് നമുക്ക് ഓപ്പൺ സിസ്റ്റം എന്ന് പറയുന്ന സംഭവം എടുക്കുമ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. എന്താണ്
കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. കൺട്രോൾ വോളിയം എന്ന് പറയുന്നത് ഓപ്പൺ സിസ്റ്റം എടുക്കുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? ഒന്ന് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. കൺട്രോൾ വോളിയം എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ളൊരു കോൺസെപ്റ്റ് ആണ്. ഒരു വാട്ടർ ഹീറ്റർ നോക്കാം നമുക്ക്. പിള്ളേർ ഞാൻ പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആവുന്നില്ലെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പൊ അത് കാര്യങ്ങള് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും അങ്ങോട്ട് പോകുമ്പോഴത്തേന്. ഇത് കേട്ടിട്ട് സിമ്പിൾ ആണെന്ന് വിചാരിച്ച് ചോദിക്കാതിരിക്കരുത് കേട്ടോ. തുടക്കത്തിൽ മാത്രമേ ഉള്ളൂ ഈ സിംപ്ലിസിറ്റി ഒക്കെ. അങ്ങോട്ട് പോകുമ്പോഴത്തേന് നല്ല കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ആക്കി പോവാം. ഓക്കെ, ഇതൊരു വാട്ടർ ഹീറ്റർ ആണ്. ഓക്കെ, ഇതൊരു വാട്ടർ ഹീറ്ററിന്റെ ഇവിടെ നമ്മൾ കോൾഡ് വാട്ടർ ഇൻലെറ്റ് എന്താണ്? ഇവിടെ എന്താണ്? കോൾഡ് വാട്ടർ ഇൻലെറ്റ് ആണ്, ആണല്ലോ. ഇവിടെ എന്താണ്? ഹോട്ട് വാട്ടർ ഔട്ട്ലെറ്റ്. ഓക്കെ, ഇപ്പൊ കോൾഡ് വാട്ടർ ഇൻലെറ്റും കോൾഡ് വാട്ടർ ഔട്ട്ലെറ്റും. അപ്പൊ ഇവിടെ മാസ് എന്ത് ചെയ്യുവാണ്? മാസ് ഇൻലെറ്റ് ആണ് അല്ലെ? മാസ് ഇൻലെറ്റ് എൻട്രി ചെയ്യുവാണ്. ഇവിടെ എന്താണ്? മാസ് ഔട്ട്ലെറ്റ് ആണ്. ആണോ? യെസ് ഓർ നോ? അതെ. അപ്പൊ നമുക്ക് ഓപ്പൺ സിസ്റ്റത്തിന്റെ കേസിൽ നമുക്കൊരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ ഏതാണെന്നറിയോ? ഈ ഒരു പ്രത്യേക ഒരു വോളിയം ഉണ്ട്. ആ പ്രത്യേക വോളിയത്തിൽ കൂടെ ആയിരിക്കും എപ്പോഴും ഈ ഒരു ഇൻലെറ്റിൽ ചെയ്യുന്ന കോൾഡ് വാട്ടർ ആ വോളിയത്തിനകത്ത് വന്ന് നിൽക്കും. എന്നിട്ട് ആ വോളിയത്തിനകത്ത് നിന്ന് ഹോട്ട് വാട്ടർ ആയിട്ട് എക്സിറ്റ് ആയി പോകുന്നത്. അപ്പൊ ആ ഒരു ഡെഫിനറ്റ് വോളിയം ഉണ്ട്. ആ വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ കാൽക്കുലേഷൻസ് എല്ലാം വരുന്നത്. അപ്പൊ ആ ഒരു വോളിയം തരുമ്പത്തേന് ഏത് വോളിയമാണ്? ഇതല്ലേ ആ വോളിയം? അപ്പൊ ഈ വോളിയത്തിനെ പറയുന്ന പേരാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ കൺട്രോൾ വോളിയത്തിന്റെ കോൺസെപ്റ്റ് എവിടെ മാത്രമേ വരത്തുള്ളൂ? ഒരു സെക്കൻഡ്, അത് ക്ലോസ് ആയിപ്പോയി. ഓക്കെ, ആ കൺട്രോൾ വോളിയത്തിന്റെ കോൺസെപ്റ്റ് എവിടെ മാത്രമേ വരത്തുള്ളൂ? എവിടെ മാത്രമേ വരത്തുള്ളൂ? ഓപ്പൺ സിസ്റ്റത്തിനകത്ത് മാത്രമേ വരത്തുള്ളൂ. അപ്പൊ കൺട്രോൾ വോളിയം എന്ന് പറയുമ്പോൾ എന്താണ് കൺട്രോൾ വോളിയം? നമ്മുടെ അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന ആ വോളിയത്തിനെ പറയുന്ന പേരാണ് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ഓക്കെ, അറ്റൻഷൻ ഫോക്കസ് ചെയ്യുന്ന വോളിയത്തിനെ പറയുന്ന പേരാണ് കൺട്രോൾ വോളിയം. അപ്പൊ ഓപ്പൺ സിസ്റ്റം ആയ ടർബൈൻ, കംപ്രസർ, വാട്ടർ ഹീറ്റർ അതുപോലുള്ള ഏത് സിസ്റ്റം എടുത്താലും അവിടെ സിസ്റ്റം എന്ന കോൺസെപ്റ്റിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് കൺട്രോൾ വോളിയം എന്ന കോൺസെപ്റ്റ് ആണ്. കൺട്രോൾ വോളിയം, ആ ഒരു വോളിയത്തിനകത്താണ് ആ മാസ് ഇൻലെറ്റും മാസ് ഔട്ട്ലെറ്റും ഒക്കെ സംഭവിക്കുന്നത്. ക്ലിയർ ആയോ? കൺട്രോൾ വോളിയം എന്താന്ന് ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഹലോ, പോയോ? റെസ്പോൺസ് ഇല്ലല്ലോ. ഓക്കെ, അപ്പൊ ഈ 3 ടൈപ്പ് സിസ്റ്റംസ് നമ്മൾ പറഞ്ഞു. ഇനി ലാസ്റ്റ് സിസ്റ്റം എന്താണ്?
ഐസൊലേറ്റഡ് സിസ്റ്റം, അതിനകത്ത് ഇപ്പൊ നിങ്ങൾ തന്നെ പറ, എന്തോ എങ്ങനെയായിരിക്കും? പറഞ്ഞേ. നോ മാസ് ട്രാൻസ്ഫർ, നോ എനർജി ട്രാൻസ്ഫർ. ഓക്കെ, ഓക്കെ, ഓക്കെ ആണല്ലോ. ഇത്തരം സിസ്റ്റത്തിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? സിസ്റ്റം എന്താണ്, എത്ര ടൈപ്പ് സിസ്റ്റം ഉണ്ട്? 3 ടൈപ്പ് സിസ്റ്റം: ഓപ്പൺ സിസ്റ്റം, ക്ലോസ് സിസ്റ്റം, ദെൻ ഐസൊലേറ്റഡ് സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എന്താ, ക്ലോസ് സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് എനർജി ട്രാൻസ്ഫർ മാത്രമേ ഉള്ളൂ, മാസ് ട്രാൻസ്ഫർ ഇല്ല, അല്ലേ? അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞു. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, നമ്മളൊരു പിസ്റ്റൺ, ഒരു കവേർഡ് മോൾ ബൗണ്ടറി ഉള്ള ഒരു പിസ്റ്റണിനകത്ത് നമ്മൾ വാട്ടർ ഹീറ്റ് ചെയ്തു, ഒരു ഗ്യാസ് എടുത്ത് വെക്കുന്നതിന് ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് ചെയ്യുന്ന സമയത്ത് എനർജി ട്രാൻസ്ഫർ ഉണ്ട്, പക്ഷെ മാസ് വെളിയിലോട്ട് പോകുന്നില്ല, മാസ് ട്രാൻസ്ഫർ ഇല്ല എന്ന് പറഞ്ഞു, അല്ലെ? രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്, രണ്ടാമത്തെ ടൈപ്പ് എന്താണ് പറഞ്ഞത്? ഓപ്പൺ സിസ്റ്റം. ഓപ്പൺ സിസ്റ്റം എന്ന് പറയുമ്പോഴത്തേന് മാസ് ട്രാൻസ്ഫർ ഉണ്ട്, എനർജി ട്രാൻസ്ഫർ ഉണ്ട്, അല്ലെ? അതിന് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞു. എന്തൊക്കെയാണ്? ടർബൈൻ ഉണ്ട്, കംപ്രസർ ഉണ്ട്, പിന്നെ വാട്ടർ ഹീറ്റർ ഉണ്ട്, അങ്ങനെ കുറെ എക്സാമ്പിൾസ് ഉണ്ട്, അല്ലെ? അതിനകത്ത് ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് എന്ത് പറഞ്ഞത്? ഓപ്പൺ സിസ്റ്റത്തിനകത്ത് വരുന്ന ഒരു ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് എന്ത്? കൺട്രോൾ വോളിയം. അതായത് ആ വോളിയത്തിലാണ് മാസ് ഇൻലെറ്റ് ഉണ്ടാവുന്നത്, മാസ് ഔട്ട്ലെറ്റ് ഉണ്ടാവുന്നത്. ആ വോളിയത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മൊത്തം കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ആ വോളിയത്തിനെ പറയുന്നത് കൺട്രോൾ വോളിയം എന്ന് പറയുന്നത്. ലാസ്റ്റത്തെ ഐസൊലേറ്റഡ് സിസ്റ്റം ആണ്. there is no heat transfer and there is no mass transfer. ഈ 3 ടൈപ്പ് സിസ്റ്റംസ് നിങ്ങളെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്നതാണ്. അപ്പം അതുകൊണ്ട് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാമല്ലോ. ഞാൻ ഈ പറയുന്ന എല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഈ തിയറി ആയിട്ട് പറയുന്ന എല്ലാം നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അടുത്ത സിസ്റ്റം ഇപ്പോൾ ഉള്ളത്. ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടി ഓഫ് എ സിസ്റ്റം. എന്താണ്? ഈ സിസ്റ്റത്തിനെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിന് ഒരു പേര് വേണ്ടേ? സിസ്റ്റത്തിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്. ഇപ്പൊ നിങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് പറയുന്നത്? നിങ്ങളുടെ പേര് ഇതാണ്, നിങ്ങളുടെ ഏജ് ഇത്രയാണ്, നിങ്ങൾ ഇന്ന സ്ഥലത്തു നിന്ന് വരുന്നു, നിങ്ങൾ എന്ത് പഠിക്കുന്നു, നിങ്ങൾ ഇപ്പൊ കറന്റ് എന്ത് ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയത്തില്ല. അതുപോലെ നമ്മൾ സിസ്റ്റത്തിനെ കുറിച്ച് പറയുമ്പോഴും സിസ്റ്റത്തിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ പ്രോപ്പർട്ടീസിനെ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആ പ്രോപ്പർട്ടി എന്താന്ന് നോക്കാം. അപ്പൊ ബേസിക്കലി പ്രോപ്പർട്ടീസിനെ കുറിച്ച് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ബേസിക്കലി 2 ടൈപ്സ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോൾ ഇന്റൻസീവ് പ്രോപ്പർട്ടി. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇന്റൻസീവ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ് എന്ന് എല്ലാവരും ഒന്ന് കൂടെ പറഞ്ഞേ. ഫസ്റ്റ് പ്രോപ്പർട്ടി എന്താണ്? എന്ന് പറഞ്ഞേ. ഇന്റൻസീവ് പ്രോപ്പർട്ടി. സെക്കൻഡ് പ്രോപ്പർട്ടി ആണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് പേരിനകത്ത് തന്നെ ഉണ്ട് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്. ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് ആ സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡന്റ് അല്ല, ആ സിസ്റ്റത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല അതിന്റെ പ്രോപ്പർട്ടി വരുന്നത്. അതേസമയം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോഴത്തേന് എന്താണ്? ഡിപ്പെൻഡന്റ് ഓഫ് ദി എന്താണ്? മാസ് ഓഫ് ദി സിസ്റ്റം. അപ്പൊ പ്രോപ്പർട്ടി എത്ര ടൈപ്പ് ഉണ്ട്? ബേസിക്കലി നമുക്ക് പ്രോപ്പർട്ടി എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? 2 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി ആൻഡ് എക്സ്റ്റെൻസീവ്. എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. പക്ഷെ എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്ന ഒരു സംഭവമാണ്. ഇന്റൻസീവ് ഡിപ്പെൻഡന്റ് ആണോ ഇന്ത്യ? അപ്പൊ നിങ്ങൾ ആലോചിക്കുക, പേരിനകത്ത് തന്നെ ഉണ്ട് ഇൻ ചേർത്ത് വരുന്നത്. എന്താണ്? ഇന്റൻസീവ് എന്ന് പറയുമ്പോൾ ഇൻഡിപെൻഡന്റ്. എന്താണ് എന്ന് പറഞ്ഞ്? ഇന്റൻസീവ് എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ആണ്, എക്സ്റ്റെൻസീവ് എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെ പേരിനകത്ത് തന്നെ ഓർത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് കൺഫ്യൂഷൻ ആയി പോകും. അപ്പൊ ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്?
Intensive property. What is intensive property? What is intensive property? Independent of the mass of the system. അപ്പൊ intensive property കുറച്ച് എക്സാമ്പിൾസ് പറയാമോ? ഇന്റൻസീവ്, ഇപ്പൊ ഞാൻ ഇന്റൻസീവ് ഇപ്പൊ ഇതിനകത്ത് ഒരു വെസൽ എടുത്തു. ഈ വെസലിനകത്ത് കുറച്ച് ഗ്യാസ് ഉണ്ട്, ഗ്യാസ് ആണ്. ഓക്കെ, ഈ ഗ്യാസിന് M1 മാസും ഉണ്ട്, V1 വോളിയം ഉണ്ട്. ഓക്കെ, ഈ M1 മാസ്, V1 വോളിയം, T1 ടെമ്പറേച്ചർ, P1 പ്രഷർ, ഇത്രയും കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് നീ ഏതൊക്കെ പ്രോപ്പർട്ടി ആണ് ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയാമോ? വോളിയം, ടെമ്പറേച്ചർ, പ്രഷർ, ഇതൊക്കെ എന്താണ്? ടെമ്പറേച്ചർ, പ്രഷർ, അതുപോലെ തന്നെ ഇതിൽ ഡെൻസിറ്റി ഉണ്ട്, ρ1 ഡെൻസിറ്റി. ഇതെല്ലാം എന്താണ്? മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് അല്ല, ആണോ? അതേപോലെ തന്നെ പക്ഷെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ വോളിയം പക്ഷെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം എന്താ? ഈ ഒരു സാധനത്തിൽ രണ്ടായിട്ട്, ഈ ഒരു മാസിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുവാന്നിരിക്കട്ടെ, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് അപ്പൊ ഈ ടോട്ടൽ വോളിയം എന്തായിട്ട് സ്പ്ലിറ്റായി? V1 എന്നും V2 ആയിട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ വോളിയം എന്താണ്? വോളിയം ഡിപ്പെൻഡ് ഓൺ മാസ് ആണ്. അപ്പൊ നമുക്ക് വോളിയം പ്രോപ്പർട്ടി ആണ്, വോളിയം ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. മനസ്സിലായില്ലേ? ആണോ? വോളിയം ഒരു എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. അതുപോലെ മൊമെന്റം എന്ന് വെച്ചാൽ എന്തുവാ? മാസ് ഇൻറ്റു വെലോസിറ്റിയാ. അവിടെ മാസിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കുന്നത്. അപ്പം വോളിയം, മൊമെന്റം എന്ന് പറയുന്നതൊക്കെ എന്താണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇത് അപ്പൊ എന്തൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്? നിങ്ങളൊന്ന് പറഞ്ഞേ. നമുക്ക് പ്രോപ്പർട്ടീസിനെ ജനറലി എങ്ങനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും? ആരാ പറയുന്നത്? ആസിഫ് എന്ന് പറഞ്ഞേ. ആസിഫ് എന്ന് പറഞ്ഞേ. പറഞ്ഞോ. ഓക്കെ, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്ന് വെച്ചാ എക്സാമ്പിൾ? ഡെൻസിറ്റി. ഓക്കെ, എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഓക്കെ, എക്സാമ്പിൾ? വോളിയം, മൊമെന്റം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി തന്ന്, എന്നിട്ട് നിങ്ങൾക്ക് പറയുക ഇത് ഇത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണോ, ഇത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാൻ പറഞ്ഞേക്കുക. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്, വെദർ ഇറ്റ് ഈസ് ഇന്റൻസീവ് പ്രോപ്പർട്ടി ഓർ വെദർ ഇറ്റ് ഈസ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഇത് ഇന്റൻസീവ് പ്രോപ്പർട്ടി ആണോ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി ആണോ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും മാർഗമുണ്ട്, ഒരു ഈസി മെത്തേഡ് ഉണ്ട്. എന്താന്ന് ചോദിച്ചാൽ നമ്മൾ ആദ്യമേ അതിന് ഒരു സിസ്റ്റമായിട്ട് കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ സിസ്റ്റത്തിനെ ഈ സിസ്റ്റത്തിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാന്നിരിക്കട്ടെ. മനസ്സിലായി? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുമ്പം അതിന്റെ പ്രോപ്പർട്ടീസ് പകുതി ആകുന്ന ഏതൊക്കെ പ്രോപ്പർട്ടീസ് ഹാഫ് ആകുന്നു, അല്ലെങ്കിൽ ഏതൊക്കെ പ്രോപ്പർട്ടീസ് ചേഞ്ച് വരുന്നുണ്ട്, ആ പ്രോപ്പർട്ടീസ് എല്ലാം എന്ത് പ്രോപ്പർട്ടീസ് ആണ്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി. ഏതൊക്കെ പ്രോപ്പർട്ടീസിന് സെയിം വാല്യൂ ആണ്, അതായത് ഫുൾ സിസ്റ്റമായിട്ട് ഇരുന്നപ്പോഴും പകുതിയായിട്ട് മുറിച്ചപ്പോഴും സെയിം വാല്യൂ ഏതൊക്കെ പ്രോപ്പർട്ടീസിന് വന്നിട്ടുണ്ടോ അതെല്ലാം എന്താണ്? ഇന്റൻസീവ് പ്രോപ്പർട്ടി. അപ്പൊ അത് ക്ലിയർ ആയല്ലോ? അപ്പൊ അത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചെറിയൊരു കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിനം. കേട്ടിട്ടുണ്ടോ? കോൺസെപ്റ്റ് ഓഫ് ക്വാണ്ടിനം.
കോൺസെപ്റ്റ് ഓഫ് കോണ്ടിനം എന്ന് വെച്ചാൽ എന്താണോ? ആരെങ്കിലും നിങ്ങൾ പലയിടത്തും കേട്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ സെമസ്റ്ററിൽ, അതിനകത്ത് പഠിച്ചിട്ടുണ്ട് കോൺസെപ്റ്റ് ഓഫ് കോണ്ടിനം എന്ന് പറയുമ്പോൾ. ഫസ്റ്റ് മൊഡ്യൂളിനകത്ത് സ്റ്റാർട്ടിങ്ങില് കിരൺ സാറ് പഠിപ്പിച്ചിട്ടുണ്ടാവും. കിരൺ സാറല്ലേ നിങ്ങളെ FFM പഠിപ്പിച്ച അല്ലേ? പറഞ്ഞിട്ടുണ്ടാവും. കോൺസെപ്റ്റ് ഓഫ് കോണ്ടിനൊക്കെ ആദ്യമേ പറയുന്നതാണ്. അതേ സെയിം സാധനം തന്നെയാണ് ഇവിടെ വരുന്നത്. ഞാൻ തന്നെ പറയാം. നമ്മളൊരു വെസൽ എടുക്കുന്നു, ഓക്കെ. ആ വെസലിനകത്ത് ഒരു ഗ്യാസ് ഫില്ല് ചെയ്യുന്നു, ഓക്കെ. ഈ ഗ്യാസ് ഫില്ല് നമുക്കറിയാം, ഈ ഗ്യാസിനകത്ത് എന്തുണ്ട്? അറ്റോമിക് പാർട്ടിക്കിൾസ് ഉണ്ട് അല്ലെ? ഓരോ ആറ്റംസ് ഉണ്ട് അല്ലെ? ഇങ്ങനല്ലേ അത് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്? ഈ ആറ്റംസ് തമ്മിൽ സത്യം പറഞ്ഞ എന്തോ ഉണ്ട്? എന്തുണ്ട്? കുറച്ച് സ്പേസ് ഉണ്ട് അല്ലേ? ഗ്യാസിനകത്ത് സ്പേസ് ഇല്ലേ? സോളിഡ്സിനകത്ത് എന്താ ഏറ്റവും കുറച്ച് സ്പേസ് ആണ്. ഗ്യാസ് എന്ന് പറയുമ്പോഴത്തേന് ഈ ആറ്റങ്ങൾ തമ്മിലെ കുറച്ച് സ്പേസ് ഉണ്ട്, അതുകൊണ്ടല്ലേ അതിനെ കംപ്രസ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ആണോ? അല്ലേ? ആണോ അല്ലയോ? എസ് ഓർണോ? അപ്പൊ കോൺസെപ്റ്റ് ഓഫ് കണ്ടിന്യൂം പറയുന്നത് നമ്മൾ അതിനെ നമുക്ക് ഈ ഒരു തെർമോഡൈനാമിക്സിന്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ പ്രഷർ, ടെമ്പറേച്ചർ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പോയിന്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ മൊത്തത്തിലല്ലേ പറയുന്നത്? ഇതിന്റെ മൊത്തത്തിലുള്ള പ്രഷർ 10 ബാർ, ടെമ്പറേച്ചർ 100°C, അങ്ങനെ മൊത്തത്തിലല്ലേ പറയുന്നത്? ആണ്. മൊത്തത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഇത് മൊത്തം ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മീഡിയം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ് ചെയ്യുന്നത്. എന്താണ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മീഡിയം ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുവാണ്. അപ്പൊ നമ്മള് സത്യം പറഞ്ഞാല നമ്മൾ മോളിക്യൂൾ വൈസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ 30 ആയിരിക്കും, ഈ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ 35 ആയിരിക്കും, ഈ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ 40 ആയിരിക്കും, ഈ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ 45 ആയിരിക്കും, ഈ മോളിക്യൂളിന്റെ ടെമ്പറേച്ചർ 50 ആയിരിക്കും, ഇതിന്റെ ടെമ്പറേച്ചർ 60 ആയിരിക്കും, ഇതിന്റെ 25 ആയിരിക്കും. ആണല്ലോ? ഇങ്ങനെ ആയിരിക്കും യഥാർത്ഥത്തില. മനസ്സിലായില്ലേ? പക്ഷെ അത് നമ്മുടെ സ്റ്റഡിക്ക് നമുക്കത് നമ്മളുടെ തെർമോഡൈനാമിക് സ്റ്റഡിക്ക് അത് സൂട്ടബിൾ അല്ല. അതിനുവേണ്ടി നമ്മൾ എന്തെടുക്കും? ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് മീഡിയം ആണ്, ഇതൊരു കണ്ടിന്യൂസ് സബ്സ്റ്റൻസ് ആണ് ഇതിനകത്ത് ഫില്ല് ചെയ്തേക്കുന്നത് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്യുക. അങ്ങനെ ആകുമ്പോഴത്തേന് ഈ പ്രോപ്പർട്ടീസ് ഒന്നും 30, 25, 30, 50, 60, 40, 45 ഇങ്ങനെ വേരി ചെയ്യത്തില്ല. ഇതിലെല്ലാം പ്രോപ്പർട്ടീസ് എന്തായിരിക്കും? ഒരേ വാല്യൂ ആയിരിക്കും എല്ലായിടത്തും വരുന്നത്. ഇപ്പൊ T45°C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് പോയിന്റിലും T45 നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. പ്രഷർ 1 ബാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏത് പോയിന്റിലും പ്രഷർ 1 ബാർ ആണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. അപ്പൊ ആ ഒരു സ്റ്റഡിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺസെപ്റ്റ് ഓഫ് കോണ്ടിന്യൂം കൊണ്ടുവരുന്നത്. അപ്പൊ കോൺസെപ്റ്റ് ഓഫ് കോണ്ടിന്യൂം പറയുന്നത് നമുക്ക് ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഇതെല്ലാം ഒരു കണ്ടിന്യൂസ് മീഡിയം ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് വരുന്നത്. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ ഗ്യാപ്പ് ഒന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഗ്യാപ്പ് ഇല്ല, അത് മാറി. ഇതെല്ലാം എന്താണ്? ഒരു കണ്ടിന്യൂസ് മീഡിയം ആണ്. ഇതെല്ലാം ഒരു ഒറ്റ യൂണിറ്റ് ആണ്. ഇതെല്ലാം ഒറ്റ ഒരു മീഡിയം ആയിട്ടാണ് നമ്മൾ ഇത് കൺസിഡർ ചെയ്യുന്നത്. അതാണ് കോൺസെപ്റ്റ് ഓഫ് കോണ്ടിന്യൂം. ഇതിന്റെ എല്ലാം നോട്ട്സ് നമ്മുടെ ലിൻവേഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. അതാത് ദിവസത്തെ നോട്ട്സ് അതാത് ദിവസം ലിൻവേഴ്സിനകത്ത് അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഞാൻ നോട്ട് നോക്കി വായിച്ചു കഴിഞ്ഞാൽ അതൊരു ക്ലാസ് ആയിട്ട് ഫീൽ ചെയ്യത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു സ്ട്രാറ്റജിയിലാണ് പഠിപ്പിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ മതിയോ അതോ നോട്ട്സ് കാണിച്ച് പഠിപ്പിക്കുന്നതാണോ? നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്? നിങ്ങൾക്ക് ഫീഡ്ബാക്ക് പറയാം. നോട്ട്സ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ നോട്ട്സ് വായിക്കുമ്പോഴത്തേന് അതൊരു കംപ്ലീറ്റ് റീഡിങ് രീതിയിൽ അങ്ങ് പോകും കാര്യങ്ങൾ. അപ്പം നിങ്ങൾക്ക് അതൊരു കറക്റ്റ് ഇപ്പൊ സെന്റൻസ് ബൈ സെന്റൻസ് റീഡ് ചെയ്ത് വായിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോഴത്തേന് നമുക്കതൊരു ഫ്ലോ കിട്ടത്തില്ല. അതുകൊണ്ടാണ് കോൺസെപ്റ്റുകൾ ഞാൻ എന്റെ രീതിയിൽ പറയാൻ നോട്ട്സ് ഞാൻ അതിനകത്ത് ലിൻവേഴ്സിൽ അപ്ഡേറ്റ് ചെയ്തേക്കാം. അതാ ദിവസം നോട്ട്സ് നിങ്ങളുടെ ലിൻവേഴ്സിനകത്ത് ഗ്രൂപ്പിനകത്ത് ഞാൻ അപ്ഡേറ്റ് ചെയ്തത്. ഇന്നലെ പിന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് അത് ഇടാണ്. ജസ്റ്റ് 2-3 കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളായിരുന്നു. ഓക്കെ പറഞ്ഞിട്ട് വൈൻഡപ്പ് ചെയ്യാം. എന്ത് പറയുന്നു?